എല്ലാവർക്കും നമസ്കാരം. ഇതെന്റെ മായക്കുട്ടിയാണ്. മായക്കുട്ടി ഒരു ഹായ് പറ. ഓക്കെ, അപ്പൊ ഇന്ന് ഞാൻ മായക്കുട്ടീനെ പഠിപ്പിക്കാൻ പോകുന്നത് പാർട്സ് ഓഫ് എ പ്ലാന്റ് ആണ്. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിപ്പോ ഒരു 4 days ഒക്കെ കഴിഞ്ഞു. അതെന്തൊക്കെയാ നമ്മൾ ചെയ്തേ? ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്തേ? ഒരു പാത്രം എടുത്തു, അതിൽ കുറെ ഒരു വലിയൊരു ഒരു ബൗൾ എടുത്തു, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കുറെ മണ്ണിട്ടു. പിന്നെ അമ്മയും മായും ഒരുമിച്ച് അതിൽ കുറെ മണ്ണിട്ടു. പിന്നെ അതിന്റെ ഉള്ളില് ഒരു സീഡ്, എന്താ പറയാ, സീഡ്, കുരു എന്നാ പറയുന്നത്, സീഡ്. ഓക്കെ, കുരു കുഴിച്ചിട്ടു. ഞാനതില് കുഞ്ഞു കുരു, ഞാനതിൽ യൂസ് ചെയ്തത് ഹോസ് ഗ്രാം ആണ്. അതായത് നമ്മുടെ മുതിരയാണ്, അല്ലെങ്കിൽ ചെറുപയറോ കടലയോ അങ്ങനെ എന്ത് വേണമെങ്കിൽ ആവാം. ഞാനിട്ടത് ഹോസ് ഗ്രാം ആയിരുന്നു. അപ്പോൾ നമ്മളൊരു ബൗളെടുത്ത് അതിൽ കുറെ മണ്ണിട്ട് അതിൽ ഈ സീഡ് കുഴിച്ചിട്ടു, അതായത് പ്ലാന്റ് ചെയ്തു. എന്നിട്ട് എത്ര ദിവസം നമ്മള് 1 2 3 4 days അല്ലേ മായി? 4 days. ഇതല്ല 4 days. അപ്പൊ ഈ 4 daysൽ അതിന് വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് ഡേ പിന്നെ മൈദ ചെയ്ത് എല്ലാ ദിവസവും വെള്ളം ഒഴിച്ചില്ലേ? ഇച്ചിരി വെള്ളം അങ്ങനെ തെളിക്കും. അത് കഴിഞ്ഞ് 4 daysലുള്ള അതിന്റെ ഗ്രോത്ത്. ഇച്ചിരി ആദ്യം സ്മോൾ ചെറിയൊരു മുളയാണ് നമ്മൾ കണ്ടത്. ചെറുതായിട്ട് അതിലൊരു മുള വന്നു. അതിനുശേഷം ഓരോ ഡേയ്സിലും അതിന് വന്ന് ഗ്രോത്ത്. അതാണ് ഇപ്പൊ നിങ്ങൾ കാണാൻ പോകുന്നത്. ഓക്കെ, ഞാൻ അതിന്റെ വീഡിയോ ഇടാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വരാം. ഓക്കെ, മായക്കുട്ടി ഫസ്റ്റ് ഡേ തന്നെ സോയിൽ ഫില്ല് ചെയ്യുന്ന വീഡിയോ ആണ്. ഒരു ബൗൾ എടുത്ത് കൊടുത്തിട്ട്, ഒരു സാധാരണ ബൗള്, മായോട് പറഞ്ഞു നമുക്ക് അതിൽ സോയിൽ ഫില്ല് ചെയ്യാമെന്ന്. മായി ഭയങ്കര ഹാപ്പി ആയിരുന്നു. മണ്ണിൽ കളിക്കാൻ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണല്ലോ. മായിക്ക് അതുപോലെ തന്നെ വളരെ ഇഷ്ടമാണ്. മായക്കുട്ടി, ഇതുണ്ടോ? ഇത് മുതിരയാ കേട്ടോ, മുതിര. ഇത് 1 by 1 സെയിം ഡേ സീഡ് പ്ലാന്റ് ചെയ്യുന്ന വീഡിയോ ആണിത്. ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ഹോസ് ഗ്രാം ആണ്. ഒരെണ്ണം ഞാൻ പ്ലാന്റ് ചെയ്ത് മായിനെ കാണിച്ചു കൊടുത്തു. മായി ഹാപ്പി. പിന്നെ അന്ന് മണ്ണിൽ കളിക്കാനുള്ള അവസരമാണല്ലോ. ഓക്കെ, പിന്നെ കുട്ടികളൊക്കെ ആക്ച്വലി മണ്ണിൽ കളിക്കണം. മണ്ണിൽ കളിച്ചാലേ അവർക്ക് ഇമ്മ്യൂണിറ്റി ഒക്കെ ഡെവലപ്പ് ആവുള്ളൂ. പക്ഷെ നമ്മള് കുട്ടികളെ മണ്ണിൽ കളിക്കാൻ വിടുമ്പോൾ എപ്പോഴും കെയർഫുൾ ആയിരിക്കണം. അവരുടെ കയ്യില് നഖമൊക്കെ വളർന്നിട്ടുണ്ടെങ്കിൽ ഒക്കെ കട്ട് ചെയ്ത് ക്ലീൻ ആക്കണം. പിന്നെ ഈ മണ്ണിൽ കളിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ കൈ നന്നായി സോപ്പിട്ട് വാഷ് ചെയ്യാൻ പറയണം. ഇതൊക്കെ നമ്മൾ ചെയ്യുവാണെങ്കിൽ മണ്ണിൽ കളിക്കുന്നതുകൊണ്ട് ഗുണം മാത്രമേ ഉള്ളൂ, ഒരു ടെൻഷനും വേണ്ട. അപ്പോൾ മായി വളരെ ഹാപ്പി ആയിട്ട് അത് സീഡ് പ്ലാന്റ് ചെയ്യുന്ന വീഡിയോ ആണിത്. ഡേ 1 ചെറിയൊരു ഗ്രോത്ത് ഒക്കെ കാണാൻ സീഡില്. മായി ഭയങ്കര ഹാപ്പി അത് കണ്ടിട്ട്. ഇത് കണ്ടാ എങ്ങനുണ്ട്? ഡേ 2 ഇതില് കുറച്ചും കൂടെ ഗ്രോത്ത് ഡെവലപ്പ് ആയിട്ട് നമുക്ക് കാണാം. മായി രാവിലെ വന്ന് അതിൽ വെള്ളമൊക്കെ തെളിക്കാനോട് ചോദിച്ചിട്ട്. ഡേ 3 അത് കുറച്ച് ലെങ്ത് ഒക്കെ വെച്ചു. അതായത് ചെറിയ ലീഫൊക്കെ ഡെവലപ്പ് ആവുന്ന കാണാം.
അതിൻ്റെ 5th ഡേ ആണ്. ഇപ്പോൾ 5th ഡേയിൽ ആ പ്ലാന്റ് ഇരിക്കുന്നത് ഇങ്ങനെയാണ്. എത്ര ഡേയ്സ് ആയി? ഇപ്പോൾ 5 ഡേയ്സ്. എത്ര? 5 ഡേയ്സ്. അപ്പോൾ നമ്മൾ പ്ലാന്റ് ചെയ്ത സീഡ്സ് ഇത്രയും വലുതായിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൽ നിന്നാണ് ഞാൻ മായിനെ ബേസിക്സ് ഓഫ് പാർട്സ് ഓഫ് എ പ്ലാന്റ് പഠിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അത് കാണാം. മായി റെഡി ആണോ പഠിക്കാൻ? ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് ഒരു ചെടി എടുക്കാം. ലീഫ് കറക്റ്റ് ആയിട്ടുള്ള ഒരു ചെടി ഇതിൽ എടുക്കാം. മായ്ക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. യെസ്, ഇത് പിടിച്ചോ, ഇത് കിട്ടും. ഇതാണ് കൈയിട്ടമായി. ഇതിപ്പോ ഒരു പ്ലാന്റ് അല്ലേ? ഈ പ്ലാന്റിൽ ഇതെന്താ? സി, എന്താ? ലീഫ് ഇല്ല. ഓക്കെ, ഒരു മിനിറ്റ്, മൈക്കുട്ടി പിടിച്ചോ. ആ മായ്ക്കുട്ടി, അതിൽ ലീഫ് ഏതാന്നൊന്ന് തൊട്ട് കാണിച്ചേ. അതാണോ ലീഫ്? 2 ലീഫ്. എത്ര ലീഫ് ഉണ്ട്? 2 ലീഫ്. ഇനി സ്റ്റെം ഏതാന്നറിയോ മായ്ക്ക്? അത് വേറെ ലീഫൊക്കെ തന്നെയാ കൂട്ടാ. അത് ഇത് കണ്ടോ, ഇതാണ് സ്റ്റെം. ഈ ലീഫിൽ നിന്ന് താഴേക്ക് പോകുന്ന ഈ സ്റ്റിക്ക് പോലെ ഇരിക്കുന്നുണ്ടോ, ഒരു വടി പോലെ ഇരിക്കുന്നുണ്ടോ, അതാണ് എന്ത്? സ്റ്റെം. എന്താ അത്? സ്റ്റെം. ഇനി ഇതിന്റെ റൂട്ട് എവിടാന്നറിയോ മായ്ക്ക്? നോ നോ നോ, അതൊന്നും അല്ല റൂട്ട്. മണ്ണിന്റെ ഉള്ളിൽ പോകുന്ന ഭാഗം അതേതാ? ഒന്ന് കാണിച്ചത് ഇങ്ങോട്ട്. റൂട്ട് ഏതാന്ന് ഇങ്ങോട്ട് കാണിക്ക്, ക്യാമറയിലേക്ക് കാണിക്ക്. കൈവിട്ടെ. അതാണ് എന്ത്? ഒന്ന് കാണിച്ചേ. ഇവിടെ ഇതാണ് റൂട്ട്. മായി, അപ്പൊ റൂട്ട് ഏതാ? അതാണ് റൂട്ട്. സ്റ്റെം ഏതാ? ഇത് ഈ സ്റ്റിക്ക് പോലെ ഇരിക്കും. അവിടെ മുതൽ ലീഫ് വരെ ഫുൾ സ്റ്റെമ്മാ. എന്തോരം ഉണ്ട് സ്റ്റെം? തൊട്ട് കാണിക്ക്. മായുടെ അത്ര ഉണ്ടോ സ്റ്റെം? അവിടെ മുതൽ താഴെ വരെ അത് ഫുൾ സ്റ്റെം. ഇനി ലീഫ് ഏതാ? എത്ര ലീഫ് ഉണ്ട്? 2 ലീഫ്. അപ്പോൾ ഇതൊരു പ്ലാന്റ്, അതിന്റെ ലീഫ്, സ്റ്റെം, പിന്നെ താഴെയുള്ളതാ റൂട്ട്. ഈ റൂട്ട് എന്താണെന്നറിയോ മായി? പിടിച്ചോ. ഈ റൂട്ടില്ലേ, ഈ റൂട്ടാണ് സോയിലിന്റെ താഴെ പോകുന്നത്. നോക്ക്, ആ പ്ലാന്റ്സ് ഒക്കെ നിൽക്കുന്ന റൂട്ടിലാ. ആ റൂട്ടൊക്കെ എവിടെയാ? ആ സോയിലിന്റെ ഉള്ളില്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ പ്ലാന്റിന് വെള്ളം ഒഴിക്കുമ്പോൾ ഈ റൂട്ട് ഈ വെള്ളം കുടിക്കും. അങ്ങനെ ആ പ്ലാന്റ് ബിഗ് ആവുന്നത്. ാണ് പ്ലാന്റിന്. അപ്പൊ റൂട്ടാണ് പ്ലാന്റിന് എന്ത് കൊടുക്കുന്നേ? ലാസ്റ്റ് ടൈം ഇതിന്റെ ലീഫ് എവിടമായി? ഹൗ മെനി ലീവ്സ്? 2 ലീവ്സ്. സ്റ്റെം ഏതാ? എത്രയുണ്ട് ലെങ്ത് സ്റ്റെമ്മിന്? ഓക്കെ, ഇനി റൂട്ട് ഏതാ? ഓക്കെ, ഈ പ്ലാന്റിന് ഫുഡൊക്കെ ആരാ കൊണ്ട് കൊടുക്കുന്നേ? റൂട്ട്. വെരി ഗുഡ്. അപ്പോ മായക്കുട്ടി ഇന്ന് പാർട്സ് ഓഫ് പ്ലാന്റ് പഠിച്ചു. പിന്നെ ഈ പ്ലാന്റ് നമ്മൾ വലുതാക്കി എടുത്തപ്പോൾ മായക്കുട്ടി, ഈ പ്ലാന്റിന് ജീവനുണ്ടോ? യെസ്. മായക്കുട്ടി ചെരിഞ്ഞത് കണ്ടോന്ന്? കണ്ടോ? നിക്ക്, മായക്കുട്ടിക്ക് എങ്ങനെ മനസ്സിലായി പ്ലാന്റിന് ജീവനുണ്ടെന്ന്? വെള്ളം കുടിച്ചു. വെള്ളം കുടിച്ചോണ്ട് ജീവനുണ്ട്. പിന്നെ നമ്മളൊരു കാര്യം കണ്ടില്ലേ, ഈ പ്ലാന്റ് സണ്ണിന്റെ സൈഡിലേക്ക് ഇങ്ങനെ ചെരിഞ്ഞു പോകുന്നത് നമ്മൾ കണ്ടായിരുന്നോ? അതെന്താ കാര്യം? അല്ലടാ, സണ്ണല്ലേ ലൈറ്റ് തരുന്നേ. ചെടി വലുതാവണമെങ്കിൽ, പ്ലാന്റ് വലുതാവണമെങ്കിൽ ലൈറ്റും വേണം, വാട്ടറും വേണം. എന്തൊക്കെ വേണം? ലൈറ്റ് വേണം. ലൈറ്റ് ആരാ തരുന്നേ? സൺ. അപ്പൊ സണ്ണുള്ള സ്ഥലത്തേക്ക് ചെടി പോവും. അത് നമ്മൾ കണ്ടായിരുന്നോ? ആ വീഡിയോ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഒരു വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്. ഓക്കെ, ഇതാണ് എൻ്റെ മായക്കുട്ടി വലുതാക്കിയെടുത്ത ചെടി. ഓക്കെ, അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തോ ചെയ്യണം മായി?
വേറെ വീഡിയോ കമ്മിങ്. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.